ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടാകുന്നു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നു. പിന്നാലെ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം തേടുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഏറെ നിർണായകമാണ്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നാലെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരും അധികാരത്തിലെത്തി. ഹസീനയെ തെറിപ്പിച്ച പ്രക്ഷോഭത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? ഇത്തരമൊരു വിവരമാണ് പുറത്തുവരുന്നത്. ബംഗ്ലാദേശും അമേരിക്കയും ചേർന്ന് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്തി പുതിയൊരു രാജ്യമാക്കി മാറ്റാനുള്ള പദ്ധതിയുണ്ടാക്കിയെന്നാണ് വിവരം. അമേരിക്കയുടെ നേതൃത്വത്തിലായിരുന്നു നീക്കം. എന്നാൽ ഷെയ്ഖ് ഹസീന ഈ നീക്കത്തെ എതിർത്തു. ഇതാണ് ഭരണം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് ഷെയ്ഖ് ഹസീന തന്നെ ആരോപിച്ചിരുന്നു. ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് 8 തീവ്രവാദികൾ നോർത്ത് ഈസ്റ്റിലെ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്കിനെ ലക്ഷ്യമാക്കി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആഭ്യന്തര കലാപമുണ്ടാക്കുകയും അതൊരു യുദ്ധത്തിലേക്ക് വഴിതിരിച്ചുവിടുകയുമായിരുന്നു ഇവരുടെ പദ്ധതിയെന്നാണ് വിവരം. അൻഷർ അൽ ഇസ്ലാം എന്ന ബംഗ്ലാദേശ് നിരോധിച്ച ഭീകരവാദ സംഘടനയിലെ 8 തീവ്രവാദികളാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം ഈ നീക്കം തടഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റഡാറിൽ കുടുങ്ങിയ ഇവരെ അതിർത്തി കടന്നയുടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 2 തീവ്രവാദികളുടെ പക്കൽ നിന്നും 16 GB പെൻഡ്രൈവും അതിനുള്ളിൽ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രോജക്ട് ഫയലുകളും പോലീസ് കണ്ടെത്തി. ADGP സുപ്രതീം സർക്കാരാണ് ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. അദ്ദേഹം പറയുന്നത് പ്രകാരം പശ്ചിമബംഗാളിലെ വടക്കുകിഴക്കൻ സിലിഗുരി കോറിഡോറിനെ ലക്ഷ്യം വെച്ചാണ് തീവ്രവാദികൾ രാജ്യത്ത് നുഴഞ്ഞുകയറിയത്. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന മേഖലയെ ആക്രമിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. സിലിഗുരി കോറിഡോറിൽ അരക്ഷിതാവസ്ഥയും അസ്ഥിരതയും സൃഷ്ടിച്ച് വലിയ തോതിലുള്ള കലാപമുണ്ടാക്കാനായിരുന്നു ഇവരുടെ പദ്ധതിയെന്നും പശ്ചിമബംഗാൾ പോലീസ് പറയുന്നു. അതിനിടയിൽ ബംഗ്ലാദേശ് ചാര ഡ്രോണുകൾ ചിക്കൻ നെക്ക് മേഖലയിൽ പറത്തിയെന്ന വിവരവും പുറത്തുവരുന്നു. 94% വരെ ബംഗ്ലാദേശ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള അതിർത്തി പ്രദേശം മൊത്തം 4096 കിലോമീറ്ററാണ്. ഇതിൽ പശ്ചിമ ബംഗാളുമായി 2217 കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത്. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, ത്രിപുര, മിസോറാം, മേഘാലയ എന്നിവയുമായും ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നു. ഇതിലെ പ്രധാന മേഖലയാണ് ചിക്കൻ നെക്ക് അഥവാ കോഴിക്കഴുത്തെന്ന് വിളിക്കുന്ന പ്രദേശം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പശ്ചിമ ബംഗാൾ വഴി ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ചിക്കൻ നെക്ക്. ഈ സ്ഥലം മാപ്പിൽ നോക്കിയാൽ കോഴിയുടെ കഴുത്ത് പോലെ തോന്നും. അതിനാലാണ് ചിക്കൻ നെക്ക് എന്ന പേര് ലഭിച്ചത്. ഈ അതിർത്തിയിലാണ് ബംഗ്ലാദേശ് ചാര ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും